ഹായ് ഹലോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫയർബേസ് എങ്ങനെ നമ്മുടെ ഫ്ലിട്ടർ പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫയർബേസ് നമ്മുടെ ഫ്ലട്ടർ പ്രൊജക്റ്റിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ഒരു കൗണ്ടർ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫയർബേസിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഫയർബേസ് എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഓക്കെ, ഫയർബേസിൽ പോയിട്ട് ഗെറ്റ് സ്റ്റാർട്ട് ഇൻ കൺസോൾ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു മെയിൽ അക്കൗണ്ട് വെച്ചിട്ട് അത് കണക്ട് ചെയ്യുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ഫയർബേസ് പ്രൊജക്റ്റ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കുക. ഓക്കെ, ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഡിഫോൾട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റ് ചെയ്യുക. ഇത് ക്രിയേറ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫയർബേസ് പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് CLI വഴി നമുക്ക് ഫയർബേസ് കണക്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് അതും. പക്ഷേ നമ്മളിപ്പോൾ നോക്കുന്നത് എങ്ങനെ മാനുവലി ആൻഡ്രോയിഡിന് മാത്രമായിട്ടും iOSന് മാത്രമായിട്ടും ഒരു പ്രൊജക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ആൻഡ്രോയിഡ് ചെയ്യാം. ആൻഡ്രോയിഡിനെ ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ആൻഡ്രോയിഡിൻ്റെ പാക്കേജ് നെയിം ഇവിടെ ആവശ്യമുണ്ട്. പാക്കേജ് നെയിം കിട്ടാനായിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരിക. ആൻഡ്രോയിഡ് ആപ്പ് ബിൽഡ് ഗ്രേഡിൽ ഇവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റ് ID ഉണ്ടാവുക. ഇതാ ആപ്ലിക്കേഷൻ ID ഇവിടെ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ID കോപ്പി ചെയ്യുക. നമ്മുടെ ഫയർബേസിലേക്ക് വരിക. ആൻഡ്രോയിഡ് പാക്കേജ് നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഒരു നിക്ക് നെയിം ആൻഡ് ഷൗൺ കീ ഇത് ഓപ്ഷനിലാണ്. നമ്മുടെ ആപ്പിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് അത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ സർവീസസ് ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിതൊരു എവിടെ ആഡ് ചെയ്ത് കൊടുക്കണം? നമ്മുടെ ഈ ആപ്പ് ലെവലിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ബിൽഡ് ഗ്രേഡിൽ .kts ഇതിൻ്റെ അടിയിലായിട്ട് ആ ഫയൽ വരണം. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഡ്രാഗ് ചെയ്താലും മതി, അല്ലെങ്കിൽ റിവീൽ ഇൻ ഫൈൻഡർ ഓർ റിവീൽ ഇൻ എക്സ്പ്ലോറർ അടിച്ച് അവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതിൻ്റെ അടിയിലായിട്ട് ആഡായി വരണം, അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇത് കോപ്പി ചെയ്യുക. പ്ലഗിൻസ് കോപ്പി ചെയ്യുക. പ്രൊജക്റ്റിലേക്ക് വരിക. ഇത് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊജക്റ്റ് ലെവല് ബിൽഡ് ഗ്രേഡിലാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് ആപ്പ് ലെവല് ബിൽഡ് ഗ്രേഡിലാണ്. ആപ്പ് ക്ലോസ് ചെയ്യുക. പ്രൊജക്റ്റ് ലെവല് ബിൽഡ് ഗ്രേഡിൽ എടുക്കുക. ഇവിടെ അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സേവ് ചെയ്യുക. ദെൻ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ പ്രൊജക്റ്റ് ആപ്പ് ലെവല് ബിൽഡ് ഗ്രേഡിലാണ് ഇത് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ google.gms.google സർവീസസ് കോപ്പി ചെയ്യുക. എവിടെ വരണം? ആപ്പ് ലെവല് ബിൽഡ് ഗ്രേഡിൽ വരിക. എന്നിട്ട് പ്ലഗിൻസിൻ്റെ അണ്ടറിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓൾറെഡി അവിടെ ഉണ്ടാവും. യെസ്, അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ഗൂഗിൾ സർവീസസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് അടിക്കുക, കണ്ടിന്യൂ ടു കൺസോൾ അടിക്കുക. ഇപ്പം നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാണ്ട് വിട്ടുപോയതാണ്. ഈ മെയിൻ്റെ അണ്ടറിൽ നമുക്ക് കുറച്ച് ലൈൻസ് കോഡും കൂടി ആഡ് ചെയ്യണം. വിഡ്ജറ്റ് ഫ്ലട്ടർ ബൈൻഡിങ് .ensure ഈ ലൈൻ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പോരാതെ നമ്മൾ മെയിൻ കാര്യം വിട്ടുപോയി, നമ്മുടെ ഈ പാക്കേജ് നമ്മുടെ ഫ്ലട്ടറിലേക്ക് ആഡ് ചെയ്യണം.
ഒന്നെങ്കിൽ നമുക്കിങ്ങനെ ഫയർ ബേസ് കോർ ഇങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് പോയി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കമാൻഡ് ഷിഫ്റ്റ് പി അടിച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഡിപ്പെൻഡൻസിൻ്റെ അണ്ടറിൽ ഈ പാക്കേജ് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ പാക്കേജ് ഇങ്ങോട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം എല്ലാം ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് ആണോ. ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഉള്ളിലെ NDK വേർഷൻ നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ വേണമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എവിടെ വേണം? ആൻഡ്രോയിഡിൻ്റെ ഉള്ളിൽ, അതും ബിൽഡ് ഗ്രേഡിൽ. ഓക്കെ, ആപ്ലിക്കേഷൻ റൺ ആയിട്ടുണ്ട്, നമ്മുടെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ കറക്റ്റാണ്. ഒരു ആൻഡ്രോയിഡ് ആപ്പ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഫയർ ബേസ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കണക്റ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ വാർണിംഗ് കോഡ് ഒന്ന് ഫിക്സ് ചെയ്യാം. ആൻഡ്രോയിഡ് ആപ്പ് ബിൽഡ് ഗ്രേഡിൽ ഇവിടെയാണ് NDK വേർഷൻ, നേറ്റീവ് ഡെവലപ്മെൻറ്റ് കിറ്റ് വേർഷനാണ്. ഇതാ, ഇത് ജസ്റ്റ് ഡബിൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വാർണിംഗ് അങ്ങോട്ട് മാറിക്കിട്ടും, നമ്മൾ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ആയി കിട്ടും. ദെൻ ആപ്പ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് iOS ആപ്ലിക്കേഷൻ എങ്ങനെ, iOSന് വേണ്ടിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫയർ ബേസ് പ്രോജക്റ്റിലേക്ക് വരിക, ആഡ് ആപ്പ് കൊടുക്കുക, iOS ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ബണ്ടിൽ ID വേണം, അത് ആപ്പിൾ ബണ്ടിൽ ID ആണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് iOS ഇത് Xcodeൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, Xcodeൽ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട്. എന്നിട്ട് റണ്ണർ ചൂസ് ചെയ്യുക. അതാ ഇവിടെ നമ്മുടെ ബണ്ടിൽ നെയിം ഇവിടെ ഉണ്ടാവും. ജസ്റ്റ് സൈൻ ഇൻ ആൻഡ് കേപ്പബിലിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് ഇത് കോപ്പി ചെയ്യാം. ഇവിടെ വന്നിത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതൊക്കെ ഓപ്ഷനിലാണ്. രജിസ്റ്റർ ആപ്പ് ചെയ്യുക. നമുക്ക് നേരത്തെ ചെയ്തപോലെ തന്നെ ഇതിലും ഒരു ഗൂഗിൾ സർവീസ് ഫയല് ഡൗൺലോഡ് ചെയ്യുക. അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് info.plist ഫയലുള്ള അവിടെ തന്നെയാണ്, അതിൻ്റെ അടിയിൽ വരുന്ന രീതിക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ info.plist. ഇപ്പം നമ്മുടെ റണ്ണറിൻ്റെ ഉള്ളിൽ ഗൂഗിൾ സർവീസസിൻ്റെ ആ ഫോൾഡർ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് അടിക്കുക, ഇവിടെ വരിക, ആഡ് ഇനിഷ്യലൈസേഷൻ കോഡ് അത് സ്വിഫ്റ്റ് ആക്കി കൊടുക്കുക. സ്വിഫ്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഫയർ ബേസ് ഇത് നമുക്ക് നമ്മുടെ കോഡിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇത് കോപ്പി ചെയ്യുക, നമ്മുടെ ഇതാ ആപ്പ് ഡെലഗേറ്റിൻ്റെ ഉള്ളിൽ വരിക, UI കിറ്റിൻ്റെ അണ്ടറിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് ഇതും കൂടെ നമുക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. firebase.config അത് വരിക, ഈ ബോളിൻ്റെ അണ്ടറിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. ദെൻ നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് അടിക്കുക, കണ്ടിന്യൂ ടു കൺസോൾ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ iOSൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. ഒരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. iOSൻ്റെ ഈ ഫയലിൽ വരിക, പോഡ് ഫയൽ എടുക്കുക. പോഡ് ഫയലിൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോമും കൂടെ ഒന്ന് അപ്ഡേറ്റ് ആക്കി കൊടുക്കാം. ഇത് 12 ആണ്, നമുക്കിത് 13 ആക്കി കൊടുക്കാം. പിന്നെ റൺ ചെയ്ത് നോക്കാം. ഇത്രയും ചെയ്തിട്ട് കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. നമുക്കിത് നമ്മുടെ സിമുലേറ്ററിൽ റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, നമ്മുടെ കോൺഫിഗറേഷൻ എല്ലാം കറക്റ്റാണ്. എല്ലാം നല്ലോണം റൺ ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ റൺ ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് iOSലേക്കും ആൻഡ്രോയിഡിലേക്കും ഫയർബേസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ അത് ഡീബഗ് കൺസോളിൽ ആണ് വരുന്നതെങ്കിൽ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. പിന്നെ iOSൻ്റെ കേസിൽ പോർട്ട് ഫയൽ ഔട്ട്ഡേറ്റഡ് ആയെങ്കിലും ഒരു എറർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും പോർട്ട് ഫയൽ ഒന്ന് അപ്ഡേറ്റ് ആക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.